എൻ്റെ പേര് ലിയോൺ. ഞാൻ പൂങ്കാവ് ഇടവക അംഗമാണ്. പൂങ്കാവ് ഇടവകയിലെ 56 കുടുംബ യൂണിറ്റുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കേന്ദ്ര സമിതിയുടെ കൺവീനറാണ്. ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ജനറൽ കൺവീനർ കൂടിയാണ്. പ്രിയമുള്ളവരെ, എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുകയാണ്. കാരണം ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഞങ്ങൾ കഴിഞ്ഞ 32 വർഷങ്ങളായിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ ധ്യാനം നടത്തുന്നതാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഇടവക അംഗങ്ങളെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു സന്തോഷത്തിൻ്റെയും ഒരു നല്ല രീതിയിൽ ഈ ധ്യാനം ഉൾക്കൊള്ളുവാനും ഒക്കെ ഈ പോപ്പുലർ മിഷൻ ധ്യാനം കൊണ്ട് സാധിച്ചു. അതിന് വന്ന അച്ഛന്മാരൊക്കെ ശരിക്കും എല്ലാ മക്കളെയും ഈ വിശ്വാസ ജീവിതത്തിലേക്ക് നയിക്കുവാനൊക്കെ അത് ഉപകരിച്ചു. അത് ഞങ്ങൾക്ക് ഒത്തിരിയേറെ അനുഗ്രഹമാണ്. ഈ ഇടവകയ്ക്ക് ഒത്തിരി മുതൽക്കൂട്ടാണ് ഈ പോപ്പുലർ മിഷൻ ധ്യാനം. അതിന് വേണ്ടി സഹകരിച്ച പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ഡയറക്ടർ അച്ഛന്മാരെയും മറ്റ് എല്ലാ പ്രവർത്തകരെയും ഞാൻ ഞങ്ങളുടെ ഇടവകയുടെ പേരിലും ഈ കുടുംബ യൂണിറ്റ് കേന്ദ്ര സമിതിയുടെ ഭാരവാഹികളുടെ പേരിലൊക്കെ ആത്മാർത്ഥമായ നന്ദി അറിയിക്കുകയാണ്. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഭയെന്നും നെഞ്ചോട് ചേർത്ത് നിർത്തി അഭിമാനത്തോടെ കരുതലോടെ വളർത്താൻ പരിശ്രമിക്കുന്ന സ്നേഹമുള്ള ഈ നാടിൻ്റെ തന്നെ അഭിമാനമായ യുവതി യുവാക്കളെ, എൻ്റെ കൊച്ചു അനുജന്മാരെ അനുജത്തിമാരെ, ഇപ്രകാരം ഇവിടെ ഹൃദയ വിശുദ്ധിയോടുകൂടെ ഈ മണ്ണിൻ്റെ നൈർമല്യതയിൽ ഇങ്ങനെ ക്രിസ്തു സാക്ഷികളായി അവിടുത്തെ വചനത്തിൻ്റെ വലുമയും അത് നമ്മുടെ ഹൃദയങ്ങളിലേക്കും നമ്മുടെ സന്ധിബന്ധങ്ങളിലേക്കും ലജ്ജയിലേക്കും മാംസത്തിലേക്കും ഒക്കെ ഇറങ്ങി അതിൻ്റെ ആഴവുമൊക്കെ അനുഭവിച്ചുകൊണ്ട് ആത്മസന്തോഷത്തിലൂടെ ഇവിടെ ആയിരിക്കുന്ന നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ഈശോയിൽ അവിടുത്തെ ആത്മാവിൽ സന്തോഷിക്കുന്നു. ആ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിൽ ഒരുപാട് ആത്മാർത്ഥമായി ഞാൻ അഭിമാനിക്കുന്നു. ഈ നിമിഷം വരെ നിങ്ങൾ കർത്താവിൻ്റെ വചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്നിങ്ങനെ സ്വയം നോക്കിക്കാണുകയായിരുന്നു. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു പിതാവ് എന്നുള്ള നിലയിൽ, ഒരു മാതാവ് എന്നുള്ള നിലയിൽ, ഒരു മകൻ ഒരു മകൾ എന്ന നിലയിൽ, ഒരു അയൽക്കാരൻ എന്നുള്ള നിലയിൽ, ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ, ഒരു തൊഴിലാളി എന്നുള്ള നിലയിൽ, ഒരു പൗരൻ എന്നുള്ള നിലയിൽ, ഒരു വിശ്വാസി എന്നുള്ള നിലയിലൊക്കെ ഇങ്ങനെ വിവിധ തലങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് കർത്താവിൻ്റെ രക്ഷാകരമായ വചസ്സുകളാകുന്ന അവിടുത്തെ വ്യക്തിത്വത്തിൻ്റെ മുമ്പിൽ, വ്യക്തിത്വമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെ നിങ്ങളെ നോക്കി കാണുകയായിരുന്നു. കണ്ണാടിയെ നോക്കി ആത്മാർത്ഥമായിട്ടത് പറയുന്നൊന്ന് ശ്രവിക്കണം, അത് കേൾക്കണം. അത് പറയുന്നത് ചെയ്താൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ സന്തോഷം പകരുന്നൊരു സാന്നിധ്യമായി മാറും. അല്ലെങ്കിൽ അയ്യേ എന്ന് നമ്മുടെ മുഖത്ത് നോക്കി അയ്യേ ഇയാൾക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കും. അതാണ് സത്യം. നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് നമ്മളെ അമ്മ പോലും അറിയാതെ ഒരുപാട് കരുതലോടെ നമ്മളെ രൂപപ്പെടുത്തി അവിടുന്ന് നമ്മുടെ സർവ്വതും അറിയാവുന്ന അവിടുന്ന് നമ്മുടെ മനസ്സിന്റെ മേഖലകൾ, നമ്മുടെ ആത്മാവിന്റെ മേഖലകൾ, നമ്മുടെ ശരീരത്തിന്റെ സർവ്വ അംഗവും അറിയാവുന്ന അവിടുന്ന് നമ്മുടെ മുഖത്ത് നോക്കിക്ക് പറയും, ഇന്ന പ്രശ്നങ്ങളുണ്ട് കേട്ടോ, ഇതൊക്കെ നന്നായിരിക്കുന്നു, ചിലതൊക്കെ ഇനിയും മെച്ചപ്പെടുത്താനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ശ്രവിച്ച് നമ്മളെ ഒന്ന് അവിടുന്ന് പുനഃസൃഷ്ടി ചെയ്യാൻ അവിടുത്തെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കണം. കണ്ണാടിക്കൊരു പ്രത്യേകതയുണ്ട്. കണ്ണാടി പറഞ്ഞു തരിക മാത്രമേ ചെയ്യുള്ളൂ, പണി ചെയ്യേണ്ടത് നമ്മളായിരിക്കുന്നു, അല്ലേ? പക്ഷെ കർത്താവ് അങ്ങനെയല്ല. നമ്മളോട് പറയും, നമ്മൾ അതൊക്കെ
കൃത്യമായതൊക്കെ ശരിപ്പെടുത്താനായി, ഒന്ന് പുനഃസൃഷ്ടി ചെയ്യാനായി, പുനഃരൂപീകരിക്കാൻ അല്ലെങ്കിൽ രൂപാന്തരീകരണം വരുത്താൻ വേണ്ടി നമ്മളെ അവിടുത്തെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്താൽ അവിടുന്നാകുന്ന കണ്ണാടി ഇങ്ങനെ നമ്മളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒന്ന് നമ്മളെ അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ രൂപീകരിക്കും. അതാണ് ഈ കർത്താവാകുന്ന കണ്ണാടിയുടെ പ്രത്യേകത. അവിടുത്തെ കരങ്ങളിലേക്കൊന്ന് വിട്ടുകൊടുക്കണമെന്ന് മാത്രം. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന വചനമാണോ കർത്താവിൻ്റെത്? ആണോ അല്ലയോ? ഞാൻ മനസ്സാകുന്ന സൗഖ്യമാവുക എന്ന് പറഞ്ഞാൽ സൗഖ്യമാക്കുന്ന വചനമാണോ അത്? ആണോ അത്? ഞാൻ നിന്റെ പാപങ്ങളിൽ നിന്ന് മോചിച്ചിരിക്കുന്നു, നിന്റെ കിടക്കയും എടുത്ത് നടന്നു പോവുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുന്നതാണോ അവിടുത്തെ വചസ്സുകൾക്ക്? അവിടുത്തെ വചസ്സുകൾ എന്താണ് അത് അർത്ഥമാക്കുന്നോ അത് കൃത്യമായി ഫലത്തിൽ കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള വചസ്സുകളാണ്. ആ വചനത്തിന്റെ കരങ്ങളിലേക്കാണ് നമ്മളെ ഇങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ നമ്മൾ പരിശ്രമിച്ചത് ഈ ദിവസങ്ങളിലൂടെ. അതിന്റെ അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അത് ദൈവമഹത്വത്തിന് ഇനിയും തുടർന്നുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം മഹത്വപ്പെടുന്നതിനും അവിടുത്തെ ജനത, നമ്മുടെ ഈ സമൂഹം മുഴുവനും നാനാജാതി മതസ്ഥരും ദൈവത്തെ സ്നേഹിച്ച് വളർന്ന് സമഗ്രമായ വളർച്ച അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കാരണവുമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. അച്ഛന്മാർ ഈ ദിവസങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു കാണും അല്ലെ? നമ്മൾ കർത്താവിന്റെ വചസ്സുകളാലെ ഇങ്ങനെ പുനർരൂപീകരിക്കപ്പെടാൻ അവിടുത്തെ കരങ്ങളിൽ വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് വലിയ പ്രേരണയും ആത്മാവിന്റെ പ്രചോദനവും നിങ്ങൾക്ക് അവരിലൂടെ ലഭിച്ചു കാണും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. നിങ്ങളുടെ മുഖത്തുള്ള സന്തോഷം അത് പ്രകടമാക്കുന്നുണ്ട്. എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ട് പോയിക്കോളൂ. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കേണ്ടുന്ന സത്യം, നമ്മുടെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കേണ്ടുന്ന സത്യം, നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും പ്രഘോഷിക്കേണ്ടതൊരു സത്യം, എൻ്റെ ജീവിതാനുഭവത്തിലൂടെ, എൻ്റെ ജീവിതത്തിൽ ഇന്നും മാർഗദർശകമായി നിൽക്കുന്ന വചസ്സുകളിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവാണ് ലോകത്തിന്റെ മുഴുവനും രക്ഷകൻ. ഉറക്കെ പറഞ്ഞേ, കർത്താവാണ് രക്ഷകൻ. അതെ, അവിടുന്നാണ് രക്ഷകൻ. നമ്മൾ നേരത്തെ പാടിയില്ലേ അല്ലേ? ഇത്രയേറെ നല്ലൊരു രക്ഷകൻ വേറെയില്ല ഊഴിയിൽ. ഹല്ലേലൂയ പാടുക. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഊഴിയിൽ, ഹല്ലേലൂയ പാടും ഞാൻ. പഠിക്കാവുന്ന ഉറക്കെ പാടിക്കേ. ഇത്ര നല്ല വേറെയിൽ ഊഴിയിൽ, ഹല്ലേലൂയ പാടും ഞാൻ. സത്യമാണോ ഈ പാടിയത്? ആണോ? എന്നത്തെ കൈകൾ ഉയർത്തിയത് ദൈവത്തിന് നന്ദി പറഞ്ഞത് കൈയടിച്ചേ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഊഴിയിൽ, ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഊഴിയിൽ, ഹല്ലേലൂയ പാടും ഞാൻ. അറിയാമല്ലേ? രണ്ടാമത്തെ കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്തിയേക്കാം, അതല്പം നീണ്ടുപോകുമായിരിക്കും അല്ലേ? രണ്ടാമത്തെ കാര്യം, രക്ഷകനായ ഈശോ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ അതിന്റെ ശാഖകളുമാണ്. ഇത്രയേറെ നല്ല രക്ഷകൻ, ലോകത്തിന്റെ മുഴുവനും രക്ഷകനായ അവിടുന്ന് നമ്മളെ നോക്കി, നമ്മുടെ മുഖത്ത് നോക്കി പറയുകയാണ്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ അതിന്റെ ശാഖകളുമാണ്. സാവൂൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരാളെ കുറിച്ച്? അദ്ദേഹം ആരായി മാറി? സാവൂൾ ആരായി മാറി? സാവൂൾ പഴയ നിയമത്തിൽ സാവൂളല്ല, പുതിയ നിയമത്തിൽ സാവൂൾ പൗലോസായി മാറി അല്ലേ? സാവൂൾ പൗലോസായി മാറി. പൗലോസായി മാറിയപ്പോൾ അദ്ദേഹത്തിന്റെ ആ മാനസാന്തര അനുഭവത്തിലൂടെ ചില കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. യേശു നമ്മളോട് പറഞ്ഞു, പൗലോസ് നമ്മളോട് പറഞ്ഞു. യേശു എന്താ പറഞ്ഞത്? പൗലോസ് ഇങ്ങനെ സാവൂൾ സ്തേഫാനോസിനെ, സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിന് ചുക്കാൻ പിടിച്ച മനുഷ്യൻ ദമാസ്കസിലേക്ക് പോയി അവിടെയുള്ള ക്രൈസ്തവരെയും അതുപോലെ തന്നെ അപ്പോസ്തലന്മാരെയൊക്കെ പിടിച്ച് ബന്ധിച്ച് അവരെ കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ അധികാരപത്രവും വാങ്ങി ദമാസ്കസിലേക്ക് യാത്ര ചെയ്യുന്ന വേളയിൽ കർത്താവ് എന്ന് പുള്ളിക്കാരനെ ഉരുട്ടിയിട്ടല്ലേ? അല്ലേ? ഉരുട്ടിയിട്ടവൻ സാധാരണക്കാരനല്ല എന്ന് മനസ്സിലാക്കി ചോദിച്ചു, അങ്ങാരാണെന്ന് ചോദിച്ചു. അപ്പോഴത്തെ മറുപടി പറഞ്ഞത് എന്ത് മറുപടിയാ പറഞ്ഞത് യേശു? നീ പീഡിപ്പിക്കുന്ന, ഉറക്കെ പറഞ്ഞേ, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. ആരെയാ പീഡിപ്പിച്ചത്? സാവൂൾ. ആരെയാ പീഡിപ്പിച്ചത്? ആരെ? സഭയെ അല്ലേ? ആരെ പീഡിപ്പിക്കാനാണ് അങ്ങോട്ട് പോയത്? ആരെ പീഡിപ്പിക്കാനാണ് പോയത്? ക്രൈസ്തവരെ അല്ലേ? സഭയെ പീഡിപ്പിക്കാൻ പോയി. അപ്പോൾ സഭയെ പീഡിപ്പിക്കാൻ പോയ ആ സാവൂളിനെ കുതിരപ്പുറത്തുനിന്ന് ഉരുട്ടിയിട്ട് അവർ പറയുകയാണ്, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. അപ്പോൾ ആരെയാ പീഡിപ്പിച്ചത്? അപ്പൊ നീ സഭയെ പീഡിപ്പിച്ചാൽ എന്നെയാ പീഡിപ്പിക്കുന്നതാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ
ഈശോ പറയുകയാണ്, മത്തായിയുടെ സുവിശേഷത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞൊരു കാര്യം ഞാനത് അതിനോട് ചേർത്ത് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയാണ്, ഭാര്യാഭർത്താക്കന്മാരെ സംബന്ധിച്ച് പറയുകയാണ്, അവർ മേലിൽ എത്രയല്ല, 2 പിന്നെ എത്രയാണ്? ഒരൊറ്റ ശരീരമാണ്. അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. സാമൂലിനോട് കർത്താവ് പറയുകയാണ്, ഞാനും സഭയും ഇനിമേലിൽ 2 ഒരൊറ്റ ശരീരമാണ്. അതുകൊണ്ട് നീ സഭയെ പീഡിപ്പിച്ചാൽ സൗളെ നീ എന്നെയാ പീഡിപ്പിക്കുന്നത്. നീ സഭയെ പീഡിപ്പിക്കുമ്പോൾ ആരെയാ പീഡിപ്പിക്കുന്നത്? നീ എന്നെയാണ് പീഡിപ്പിക്കുന്നത്. ഞാനും സഭയും ഇനിമേലിൽ 2 ഒരൊറ്റ ശരീരമാണ്. ആരാധനയ്ക്ക് യോഗ്യരേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥന്, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. കരങ്ങൾ കൂപ്പി ശിരസ് കുനിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും ശാന്തമായി ഈശോയുടെ മുമ്പിൽ ഇരിക്കുക. ഇരുന്ന് ഇരു കരങ്ങളും യാചനാപൂർവ്വം അടിയിൽ വെച്ച് എല്ലാവരും കണ്ണുകൾ തുറന്ന് ഈശോയിലേക്ക് നോക്കുക. ഈ ദിവസങ്ങളിലെല്ലാം ഈശോ തൻ്റെ വചനത്തിലൂടെ നിന്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും സ്വഭാവത്തെയും ജീവിതത്തെയും എല്ലാം കഴുകി വിശുദ്ധീകരിച്ച്, അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു മനസ്സുമായ ഹൃദയവുമായ ജീവിതവുമായാണ് നീ ഈശോയുടെ മുഖത്തേക്ക് നോക്കി അവിടുത്തെ തിരുമുമ്പിൽ ഈ നിമിഷമായിരിക്കുക. ഈ ദിവസങ്ങളിലെല്ലാം വചനത്തിലൂടെ നിന്നോട് സംസാരിച്ച കർത്താവ്, ആ കർത്താവ് ഇതാ ഇപ്പോൾ വീണ്ടും വചനത്തിലൂടെ നിന്നോട് സംസാരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാം തിരുവചനം. ഈശോയുടെ മുഖത്തേക്ക് നോക്കി വിശ്വാസത്തോടെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഓരോ മകനെയും മകളെയും നോക്കി ഈശോ പറയുകയാണ്, ഇതെല്ലാം ഈ ദിവസങ്ങളിൽ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നതിന് വേണ്ടിയാണ്. ഈ ദിവസങ്ങളെല്ലാം വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നതിന് വേണ്ടിയാണ്. നിന്റെ ഇന്നലകളിൽ നീ ചെയ്ത സകല പാപത്തെ ഓർത്ത് ഈശോയുടെ മുമ്പിൽ അനുതപിച്ച് അവയെല്ലാം കുമ്പസാരത്തെ ഏറ്റുപറഞ്ഞ് നല്ലൊരു കുമ്പസാരം നടത്തിയപ്പോൾ ഈശോയുടെ സന്തോഷമാണ് നിന്നിൽ നിറഞ്ഞത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്നെ വേദനിപ്പിച്ച, നിന്നെ കുറ്റപ്പെടുത്തിയ, നിന്നെ കളിയാക്കിയ, നിന്നെ ദ്രോഹിച്ച, നിനക്ക് നഷ്ടം വരുത്തിയ സകല വ്യക്തികളുടെയും അടുക്കൽ പോയി ക്ഷമ ചോദിച്ച് രമ്യപ്പെട്ട് അവരോടെല്ലാം ക്ഷമിച്ച് ക്ഷമ കൊടുക്കാൻ നീ തയ്യാറായപ്പോൾ ഈശോയുടെ സന്തോഷമാണ് നിന്നിൽ നിറഞ്ഞത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നലകളിൽ ആരുടെയെല്ലാം കുറ്റപ്പെടുത്തുന്ന, ഒറ്റപ്പെടുത്തുന്ന, താഴ്ത്തിക്കെട്ടുന്ന, അപമാനിക്കുന്ന, നിന്ദിക്കുന്ന ഏതെല്ലാം വാക്കുകൾ, ഏതെല്ലാം പ്രവൃത്തികൾ നിന്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചോ, നിന്റെ മനസ്സിന്റെ സകല മുറിവുകളും ഈശോ ഏറ്റെടുത്ത് നിനക്ക് പൂർണ്ണമായ ആന്തരിക സൗഖ്യം നൽകിയപ്പോൾ ഈശോയുടെ സന്തോഷമാണ് നിന്നിൽ നിറഞ്ഞത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ ശരീരത്തിലെ രോഗം, നിന്റെ ശരീരത്തിലെ വേദന, നിന്റെ ശരീരത്തിലെ ബുദ്ധിമുട്ടുകൾ ഈശോ ഏറ്റെടുത്ത്
നിനക്ക് ശാരീരികമായ സൗഖ്യം ഈശോ നൽകിയപ്പോൾ ഈശോയുടെ സന്തോഷമാണ് നിന്നിൽ നിന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപമോചനത്തിലൂടെ ലഭിച്ച സന്തോഷം, ക്ഷമിച്ച് ക്ഷമ ചോദിച്ച് രമ്യപ്പെട്ടതിലൂടെ ലഭിച്ച സന്തോഷം, ആന്തരിക സൗഖ്യത്തിലൂടെ ലഭിച്ച സന്തോഷം, ശാരീരിക സൗഖ്യത്തിലൂടെ ലഭിച്ച സന്തോഷം, ആ സന്തോഷത്താൽ നിറഞ്ഞു ഈശോയുടെ മുഖത്തേക്ക് നോക്കി ഈ നിമിഷം ആയിരിക്കുന്ന ഓരോ മകനെയും മകളെയും നോക്കി ഇപ്പോൾ കർത്താവ് പറയുകയാണ്, ഈ സന്തോഷമെല്ലാം അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്റെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ തരുന്ന സന്തോഷത്തിന്റെ പൂർണ്ണത അത് പരിശുദ്ധാത്മാവാണ്. യേശു തരുന്ന ആനന്ദത്തിന്റെ പൂർണ്ണത അത് പരിശുദ്ധാത്മാവാണ്. യേശു തരുന്ന സമൃദ്ധിയുടെ പൂർണ്ണത അത് പരിശുദ്ധാത്മാവാണ്. യേശു തരുന്ന വിജയത്തിന്റെ പൂർണ്ണത അത് പരിശുദ്ധാത്മാവാണ്. ഒരു മനുഷ്യ വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് നൽകാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും പൂർണ്ണതയാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാ ഈശോ പറയുന്നു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാം തിരുവചനം, ഇനി നിങ്ങൾ ആരെയും ഞാൻ അനാഥരായി വിടുകയില്ല, നിങ്ങളുടെ കൂടെ എന്നും വസിക്കാൻ എന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരും. ഈശോയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, ഈശോ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, ഈശോ കൊണ്ട് എല്ലാ പ്രലോഭനങ്ങളും അതിജീവിക്കാൻ ഈശോയുടെ കൂടെയായിരുന്ന പരിശുദ്ധാത്മാവ്. ഇതാ തിരുവോസ്തിരൂപനായ കർത്താവ് ഇപ്പോൾ നിന്നോട് പറയുന്നു, ഈ പരിശുദ്ധാത്മാവിനെ ഞാൻ നിനക്ക് തരും. ഈ പരിശുദ്ധാത്മാവിനെ എപ്പോഴും ഒരു സഹായകനായി നിന്നോടൊപ്പം ഉണ്ടാവും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം തിരുവചനം, ഞാൻ എന്റെ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. മറ്റൊരു സഹായകൻ നിന്നെ എപ്പോഴും ഈശോ ആഗ്രഹിക്കുന്നത് പോലെ സഹായിക്കാൻ ആ സഹായകനെ കർത്താവ് നിനക്ക് തരികയാണ്. ആഗ്രഹത്തോടെ ദാഹത്തോടെ നമുക്ക് ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ടാം. ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ടാം. ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ടി കണ്ണുകൾ തുറന്ന് ഈശോയിലേക്ക് നോക്കുന്ന ഓരോ വ്യക്തിയോടും ഇതാ കർത്താവിന്റെ വചനം അർപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 49-ാം തിരുവചനം, ഇതാ ഇതാ എന്റെ പിതാവിന്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നു. എന്റെ പിതാവിന്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നു. പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള ആഗ്രഹത്തോടെ രണ്ട് കരങ്ങളും ഉയർത്തി ഈശോയിലേക്ക് നീട്ടി എല്ലാവരും ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കൂ. കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയേ, തിരുവോസ്തിയിൽ ജീവിക്കുന്ന ദൈവമേ, അവിടുന്ന് വചനത്തിലൂടെ അരുളി ചെയ്ത വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനുള്ള ആഗ്രഹത്തോടെ ദാഹത്തോടെ വിശ്വാസത്തോടെ ഇതാ ഇപ്പോൾ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ എനിക്ക് തരണമേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച പിതാവേ, സ്വർഗം തുറന്ന് അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ എന്നിലേക്ക് ഞങ്ങളിലേക്ക് ഈ കൂട്ടായ്മയിലേക്ക് അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എല്ലാവരും ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
ഞാൻ പൂങ്കാവ് ഇടവകാംഗമാണ്. എൻ്റെ പേര് കുഞ്ഞുമോൻ കടപ്പുറത്തയ്യലെന്നാണ്. ഞാനിവിടെ 2ാം ബ്ലോക്കിൻ്റെ കൺവീനറാണ്. ഒരാഴ്ചക്കാലമായി ഇവിടെ നടക്കുന്ന പോപ്പുലർ മിഷൻ ധ്യാനം എൻ്റെ ബ്ലോക്കിന് വലിയൊരു അനുഭവമാണ്. എൻ്റെ ബ്ലോക്കിന് മാത്രമല്ല, ഇടവകയിൽ ആകമാനം ഒരു ആത്മീയ അനുഭൂതി നൽകുന്ന ഒന്നായിരുന്നു. ഇന്നുവരെയുള്ള ആ ധ്യാനങ്ങളെ അപേക്ഷിച്ച് വളരെ പങ്കാളിത്തവും എല്ലാവർക്കും കൂടുതൽ ആത്മീയ നിറവ് നൽകുന്ന ഒരു അനുഭവമായിരുന്നു ഇത്. കുടുംബങ്ങൾ ഒന്നിച്ചുള്ള കൂട്ടായ്മയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു ദാനമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ എല്ലാവരുടെ മേൽ ഇറങ്ങി വരികയും അത് വലിയൊരു അനുഭവമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ കാണപ്പെടുകയും ചെയ്തു. ഈ ദിവസങ്ങളിൽ എല്ലാവരും ലീവ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ജോലികളൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ധ്യാനത്തിൽ പങ്കെടുത്തത്. ഈ ധ്യാനം ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കി തന്ന വിൻസെൻഷൻ വൈദികർക്ക് ഇടവകയുടെ പേരിലും 2ാം ബ്ലോക്കിൻ്റെ പേരിലുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. എൻ്റെ പേര് കൊച്ചുമോൻ പത്തൈ വലിയ വീട്, പൂങ്കാവ് ഇടവക 3ാം ബ്ലോക്കിൻ്റെ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ കൺവീനറാണ്. ഞങ്ങളുടെ വിശുദ്ധ ലൂക്ക 3ാം ബ്ലോക്കിൻ്റെ 13 യൂണിറ്റുകളാണ് ഈ ധ്യാനത്തിൽ പങ്കെടുത്തത്. ഈ ധ്യാനത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ ഇടവകയ്ക്കും ഈ ബ്ലോക്കിനും വളരെ ആത്മീയമായിട്ടുള്ള ഉണർവാണ് ലഭിച്ചത്. എല്ലാ കുടുംബങ്ങളും ഇതിൽ പങ്കെടുത്ത് ആത്മീയ വിശുദ്ധിയും അതുപോലെ തന്നെ ഇടവകയ്ക്ക് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനുള്ള ഊർജ്ജസ്വല ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ അതിലൂടെ ഒത്തിരി കുടുംബങ്ങളെ ആത്മീയമായി നവീകരിക്കുന്നതിന് ഈ പോപ്പുലർ മിഷൻ ധ്യാനം സഹായിച്ചു എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും വിശദീകരിക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവകയ്ക്കും മുതൽക്കൂട്ടാകുവാനുമായിട്ട് ഈ പോപ്പുലർ മിഷൻ ധ്യാനം സാധിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഈ ധ്യാനത്തിന് മുൻകൈയെടുത്ത ബഹുമാനപ്പെട്ട വികാരി അച്ഛനും മറ്റ് വൈദികർക്കും ഇതിന് നേതൃത്വം നൽകിയ വിൻസെൻഷൻ വൈദികർക്കും എല്ലാവർക്കും ഞങ്ങളുടെ വിശുദ്ധ ലൂക്ക 3ാം ബ്ലോക്കിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു.